അഭിലാഷ്, അത് തന്നെയാണ് ഈ പറയുന്ന 8 കിലോമീറ്റർ അപ്പുറത്താണ് പേരുമല എന്ന സ്ഥലം. അവിടെയാണ് അഫാന്റെ വീട്. 8 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ പറഞ്ഞ പിതാവിന്റെ സഹോദരനും ഭാര്യയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. 8 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തി കൊലപ്പെടുത്തിയെന്നാണ് മൊഴി പ്രകാരം അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വാർഡ് മെമ്പർ മജീദ് ഉണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട് കൂടുതൽ എനിക്കറിയാവുന്ന വീടാണ്. ഈ പയ്യനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പേരുമലയാണ് താമസം പയ്യൻ. ഈ പയ്യൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനാണ് ഈ താമസിക്കുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഇവർ CRPFിലായിരുന്നു. ഇപ്പോൾ പെൻഷൻ പറ്റി അവർ കുടുംബമായി കഴിയുകയാണ്. ഭാര്യയും ഭർത്താവ് മാത്രമാണ് ഈ വീട്ടിലുള്ളത്. മറ്റു ഇവരുടെ മക്കൾ രണ്ടുപേരും കല്യാണം കഴിച്ച് മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. ഇവിടെയല്ല, ഇവർ ഭാര്യയും ഭർത്താവ് മാത്രമാണ് ഈ വീട്ടിലുള്ളത്. സംഭവം എപ്പോഴാണ് അറിയുന്നത്? സംഭവം അറിയുന്നത് ഒരു 6 മണി 6:30 7 മണിയാവും. 7 മണിയോളം അടുപ്പിച്ചാവും. 7 അപ്പോൾ ആദ്യ സംഭവം നമ്മൾ പ്രത്യക്ഷത്തിൽ അറിഞ്ഞത് പേരുമല സംഭവമാണ്. പേരുമല നടന്നതിന് ശേഷമാണ് ഈ പ്രതിയെ പോലീസ് കീഴടങ്ങിയത്. പോലീസ് കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇയാളുടെ മൊഴി വാങ്ങുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഈ കുനവെങ്ങ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയതായി ഈ പ്രതി തന്നെയാണ് പറയുന്നത്. ആ പ്രതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരെ ഇവിടെ വന്നത്. പോലീസാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. പോലീസാണ് ആദ്യം കയറിയത്. അല്ല, ചുറ്റായുള്ള ആളുകൾ ആരും അറിഞ്ഞിട്ടില്ല. പുള്ളി സജീവമായി ഇടപെടുന്ന ആളാണ്. ഇവിടുത്തെ സൈലന്റ് മനുഷ്യരാണ്, സാധുക്കളാണ്. വളരെ മെരുങ്ങിയ ആളുകളുമായിട്ട് സഹകരിക്കുന്നതാണ്. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഇവിടെ മരിച്ചു വാർദ്ധക്യത്തിൽ. അങ്ങനെ ആ മരണ വീട്ടിലൊക്കെ സജീവമായി നിന്ന ആളാണ്. ഞാൻ ഇന്നലെയും കണ്ട ആളാണ്. ഈ അഫാൻ വിദേശത്തായിരുന്നു എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തെ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടറിവ്. എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടറിവ് അഫാൻ ഇങ്ങനെ വാപ്പാരുടെ കൂടെ വിദേശത്തായിരുന്നു. ഇവിടെ കൊല്ലപ്പെട്ട ആളുടെ സഹോദരന്റെ മകനാണ്. ഈ പയ്യൻ വരുന്നതായോ ഒന്നും കണ്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. പയ്യനെ പറ്റി അറിയില്ല. പുതിയ ന്യൂ ജനറേഷനാണ്. 21 വയസ്സോ മറ്റോ ആണ് അവൻ്റെ പ്രായമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ വീട് നമുക്ക് കാണാം. ഈ വീട്ടിലാണ് ഇപ്പോൾ 2 മൃതദേഹങ്ങളുള്ളത്. 2 പേരെ കൊലപ്പെടുത്തി എന്ന അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടക്കുകയാണ്. 2 മൃതദേഹങ്ങളും വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. ഇവിടെ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പേരുമലയിൽ നിന്ന് 8 കിലോമീറ്റർ ഇപ്പുറത്താണ്